ഹലോ നമസ്കാരം. എല്ലാവർക്കും മഴയൊക്കെ കിട്ടിയോ? ഇവിടെ 2 ദിവസമായിട്ട് രാത്രിയിൽ മഴ പെയ്യുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ചെടികളെ ഒന്നും നനയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ എല്ലാ ചെടികളും നല്ല ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മുടെ ഈ ബ്ലൂ ഡേയ്സൊക്കെ രാവിലെയും വൈകുന്നേരവും നനച്ച് കൊടുക്കേണ്ട ചെടികളാട്ടോ. ഇതിപ്പോൾ മഴ 2 ദിവസമായിട്ട് കിട്ടുന്നതുകൊണ്ട് വലിയ കുഴപ്പം ഇല്ല. ഞാൻ യൂഫോർബിയയില്ലേ തോൺലെസ് ഇങ്ങനെ തണ്ട് മുറിച്ച് ചെറിയ പോട്ടിൽ നട്ടുപിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതിന് അത്രയ്ക്ക് മഴ വേണ്ടാത്ത ചെടിയാണ്. അപ്പോൾ നല്ല വെയിൽ കിട്ടട്ടെ എന്ന് കരുതി 2 ദിവസമായാലും ഇവിടെ കൊണ്ട് വെച്ചിട്ട് അപ്പോഴത്തേക്ക് നല്ല മഴയായി 2 ദിവസം. ഇനിയിപ്പോൾ 2-3 ദിവസം അടുപ്പിച്ച് വെയിൽ വന്നു കഴിയുമ്പോൾ ഓക്കെ ആവും, അല്ലെങ്കിൽ അത് ചീഞ്ഞു പോകും കേട്ടോ. പെട്ടെന്ന് ചീഞ്ഞു പോകും അതിൻ്റെ തണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിൽ കൊള്ളിച്ച് ഒത്തിരി വെള്ളമില്ലാണ്ട് തന്നെ വളർത്തേണ്ട ഒരു ചെടിയാണ് ഇത്. പിടിച്ചു കഴിഞ്ഞാൽ എപ്പോഴും പൂ തരും കേട്ടോ. ആമസോൺ ബ്ലൂ പ്ലാന്റ് ആണ് ഇത്. ഞാൻ മുമ്പുണ്ടായിരുന്നതിൽ നിന്ന് 2 തണ്ടൊടിച്ച് ഈ പോട്ടിൽ നട്ടതാണ്. അപ്പോൾ ഇത് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ നിന്നും തണ്ടൊടിച്ച് വേറെ നട്ടുപിടിപ്പിക്കണം. എപ്പോഴും ഒരു സപ്പോർട്ട് വേണ്ട പ്ലാന്റ് ആട്ടോ. പക്ഷെ പെട്ടെന്ന് പിടിക്കും, പെട്ടെന്ന് പൂവ് ഇടും. പിന്നെ എൻ്റെ ബോഗൻവില്ലാസൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് നിൽപ്പുണ്ട്. ഇതൊക്കെ പെട്ടെന്ന് വാടുമായിരുന്നു. ഒരു നല്ല വെയിലങ്ങ് അടിക്കുമ്പോഴത്തേക്കും, കാര്യം വെയിൽ വേണ്ട ചെടിയാണെങ്കിലും വാടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ 2 ദിവസത്തെ മഴ കിട്ടിയപ്പം ഉഷാറായി. പക്ഷേ പൂവൊക്കെ പൊഴിഞ്ഞു പോയിട്ടോ. നല്ലൊരു ഭംഗിയുള്ള ബോഗൻവില്ല. പക്ഷേ ഇതിൽ പൂവ് അങ്ങ് ആകുന്നില്ല കേട്ടോ. കണ്ടോ, ഇലയൊന്നുമില്ല. അത്രയ്ക്ക് ആരോഗ്യമില്ലെങ്കിലും ഉള്ള കമ്പിലൊക്കെ പൂക്കളുണ്ട്. പിന്നെ എല്ലാത്തിലും പൂവായി വരുന്നുണ്ട്. ഒരു കെയറും ചെയ്യാണ്ടിരിക്കരുത് എൻ്റെ റോസിനെയൊക്കെ. അപ്പോൾ ഇപ്പോൾ പൂവിടുന്നുണ്ട്. കാരണം ഞാൻ ഒത്തിരി കെയർ ചെയ്ത് നട്ടുപിടിപ്പിച്ച റോസൊക്കെ പോയിട്ട്, ഒരുപാട് റോസ് ഉണ്ടായിരുന്നു. ഒരു 10-15 ടൈപ്പ് വെറൈറ്റി റോസുകൾ ഉണ്ടായിരുന്നു. എല്ലാം പോയി. അപ്പോൾ ഇപ്പം ഞാൻ ഒന്നിനും കെയർ ചെയ്യുന്നില്ല. അപ്പോൾ തന്നെത്താനെ മുട്ടൊക്കെ ഇട്ട് പൂവൊക്കെ ഇട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ കണിക്കൊന്ന കണ്ടോ? നമ്മളെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആയിട്ട് നമ്മുടെ വലിയ മേടെ വീട്ടിലെ കണിക്കൊന്നയാണ്. മതിലിനപ്പുറത്തേക്കൊന്ന് നല്ല രസമില്ലേ? നിറയെ പൂവാം. വിഷു ആകുമ്പോഴത്തേക്കും കിട്ടിയാൽ മതിയായിരുന്നു. ചിലപ്പോൾ വിഷുവിന് മുമ്പ് ഇതങ്ങ് തീരും കേട്ടോ.